മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള തുർക്കിയുടെ നീക്കങ്ങൾക്ക് അതുപോലെ തന്നെ പഴയ ഓട്ടോമൻ സാമ്രാജ്യം പുനഃസൃഷ്ടിക്കാനുള്ള തൊയ്ബ് എർദോഗന്റെ ശ്രമങ്ങൾക്ക് വമ്പൻ തിരിച്ചടി ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയെന്നല്ലേ, ഈ തുർക്കിയുടെ സമീപത്തുള്ള ഗ്രീസിൽ നിന്നുള്ള പ്രതിരോധ മന്ത്രി അടക്കമുള്ള ഉദ്യോഗസ്ഥ സംഘം ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ത്യയുമായിട്ട് പലതരത്തിലുള്ള പ്രതിരോധ വ്യാപാര കരാറുകളിൽ ഏർപ്പെടുന്നു. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് ആയുധ കരാറിൽ ഏർപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ്. കാരണം ഗ്രീസ് ഇന്ത്യയുമായിട്ട് വലിയ ബന്ധം പരമ്പരാഗതമായി പുലർത്തിയിരുന്നതാണ്. അവർക്ക് നമ്മൾ ആയുധങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അർമേനിയയെ പോലെ തുർക്കിക്ക് ചുറ്റും ഒരു ആവരണം നമ്മൾ സൃഷ്ടിക്കുന്നു. നമുക്കറിയാം, അസർബൈജാൻ എല്ലായ്പ്പോഴും ആക്രമിക്കുന്ന ഒരു രാജ്യമായിരുന്നു അർമേനിയ. തുടർച്ചയായിട്ട് തുർക്കിയുടെ ഡ്രോണുകൾ ഉപയോഗിച്ച് അസർബൈജാൻ അർമേനിയയെ ആക്രമിക്കുകയും പലപ്പോഴും അർമേനിയയ്ക്ക് പരാജയം രുചിക്കേണ്ടി വരികയും ചെയ്തു. ഗതികെട്ട് അവർ ഇന്ത്യയെ സമീപിക്കുകയും ഇന്ത്യയിൽ നിന്ന് പിനാക്കെ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം, അതുപോലെ തന്നെ ആകാശ് മിസൈൽ സംവിധാനം, പ്രതിരോധ സംവിധാനം, ഇതൊക്കെ വാങ്ങുകയും ചെയ്തു. അത് കിട്ടിയതോടുകൂടി അസർബൈജാൻ്റെ ആക്രമണങ്ങളുടെ എല്ലാം തന്നെ മുനയൊടിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അങ്ങനെ മുനയൊടിച്ചതോടുകൂടി അസർബൈജാനും അതുപോലെ തന്നെ ഈ പറയുന്ന തുർക്കിയുമൊക്കെ തന്നെ പിൻവാങ്ങേണ്ട അല്ലെങ്കിൽ പിന്നിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. ഇവിടെ ഇപ്പോൾ ശ്രമം എന്താ? ഗ്രീക്ക് ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നു. അർമേനിയ നേരത്തെ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസിലെത്തുകയും അവിടുത്തെ ചില ഭാഗങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. സൈപ്രസിൻ്റെ ഒരു ഭാഗം വിമതർ ഭരിക്കുന്നത് തന്നെ തുർക്കിയുടെ പിന്തുണയോടുകൂടിയാണ്. അപ്പോൾ ഇവർക്കെല്ലാമുള്ള പണിയാണ് ഇന്ത്യ ചുറ്റും നിന്ന് കൊടുക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യകാലത്ത് വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോൾ അതിനെ വളരെയധികം പുച്ഛിച്ചവരുണ്ട്. പക്ഷേ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തിയ ഇന്ത്യയിലേക്ക് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നടക്കം ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു നാറ്റോ രാജ്യം എന്ന നിലയിൽ അഹംഭാവം കാണിക്കുകയായിരുന്നു എല്ലായ്പ്പോഴും തുർക്കി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തുർക്കിയെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ വയ്യായിരുന്നു. മാത്രമല്ല, സൗദി അറേബ്യയൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് ഞങ്ങളാണ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഖലീഫയാകാൻ പോകുന്നത് എന്നുള്ള ഒരു നിലപാട് ഈ എർദോഗൻ എല്ലായ്പ്പോഴും സ്വീകരിച്ചിരുന്നു. ഇതേ എർദോഗന് തിരിച്ചടി നൽകുക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് അനാവശ്യമായിട്ട് പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകുകയും അതുപോലെ തന്നെ ഡ്രോണുകളും മറ്റും നൽകിക്കൊണ്ട് ഇന്ത്യയെ എതിർക്കുകയും ചെയ്ത രാജ്യമാണ് ഈ തുർക്കി. അപ്പോൾ ഈ അനാവശ്യമായിട്ട് നമ്മുടെ കാര്യത്തിൽ ഇടപെട്ടതോടുകൂടി അവരുമായിട്ടുള്ള വ്യാപാര ബന്ധം പോലും നമ്മൾ കട്ട് ചെയ്തു. പിന്നെ ഇവരുടെ പ്രശ്നം എന്താ? അതായത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കണക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്വാഭാവിക പാലമായിട്ടാണ് തുർക്കി വർത്തിക്കുന്നത്. അതുകൊണ്ട് തുർക്കി എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യണമെന്ന് അവർ കരുതി. പക്ഷേ ഭാവിയിൽ ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോറൊക്കെ സാധ്യമായി വരുമ്പോൾ ആ സാഹചര്യത്തിൽ ഈ തുർക്കിയെ തള്ളിമാറ്റി ഇസ്രയേലിന് ഒരു നിർണായക റോൾ വഹിക്കാൻ കഴിയും. അപ്പോൾ സമുദ്ര മേഖലയിൽ ഇസ്രയേലിന് നിർണായക പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. ഇവിടെ ഇന്ത്യ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന തുർക്കിയുടെ സമീപ രാജ്യങ്ങൾ, അയൽ രാജ്യങ്ങൾ എന്ന് പറയാവുന്ന അർമേനിയയ്ക്ക്, സൈപ്രസിന്, ഗ്രീസിനൊക്കെ തന്നെ ആയുധങ്ങൾ നൽകുന്നു, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകുന്നു, ഒപ്പം സാമ്പത്തിക സഹായം നൽകുന്നു. ചില കരാറുകളിൽ ഏർപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആവശ്യം വന്നാൽ ഇന്ത്യൻ സൈന്യം അവിടെ ചെന്ന് സഹായിക്കുമെന്ന് പോലും പറയുന്നു. അങ്ങനെ തുർക്കിയെ ചുറ്റി വരികയാണ്. ഇന്ത്യക്കെതിരെ ഒരു പോരാട്ടത്തിനിറങ്ങിയ തുർക്കിക്ക് വമ്പൻ പണിയാണ് നമ്മൾ കൊടുത്തത്. ഇപ്പോൾ ഗ്രീസിൽ നിന്ന് അവിടുത്തെ പ്രതിരോധ മന്ത്രി അടക്കം വന്നപ്പോൾ പറയുന്നത് എന്താ? പണ്ട് കാലം മുതൽ തന്നെ ഇന്ത്യയുടെയും ഗ്രീസിൻ്റെയും സാംസ്കാരിക അല്ലെങ്കിൽ എന്താ പറയുന്നത് ഈ സിവിലൈസേഷൻ തമ്മിൽ വലിയ ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഈ മൗര്യ സാമ്രാജ്യം, അത് അന്ന് ഇന്ത്യ ഉപഭൂഖണ്ഡം മുഴുവൻ ഭരിച്ചിരുന്ന മൗര്യ സാമ്രാജ്യം ഗ്രീക്കിൻ്റെ കുറച്ച് ഭാഗമൊക്കെ പിടിച്ചെടുത്തിരുന്നു. എന്നിട്ട് ഗ്രീക്ക് സാമ്രാജ്യവുമായിട്ട് വിവാഹബന്ധത്തിലേർപ്പെട്ടു. പണ്ട് കാലത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്ന ഈ വിവാഹബന്ധങ്ങളിലൂടെയാണ്. അങ്ങനെ സാമ്പത്തികമായി ഉയർന്നു നിന്ന രാജ്യമായിരുന്നു. ലോക GDP-യുടെ 25 മുതൽ 30% വരെയൊക്കെ ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്തു. ആ അവസ്ഥയിലേക്ക് ഇപ്പോൾ ഇന്ത്യ തിരിച്ചു വരികയാണ്. അതായത് ഒരു കാലത്ത് ബ്രിട്ടീഷ് കോളനി ആയിട്ടിരുന്ന ഇന്ത്യ ഒരു മൂന്നാം ലോക രാജ്യം എന്ന നിലയിലാണ് യൂറോപ്പ് കണ്ടിരുന്നത്. കാരണം ബ്രിട്ടൻ ഇവിടെ ഉപേക്ഷിച്ച് പോകുമ്പോൾ നമ്മുടെ രാജ്യത്തെ മുച്ചൂടും മുടിപ്പിച്ചിരുന്നു. അവിടെ നിന്നാണ് പതിയെ പതിയെ നമ്മൾ കയറി വന്നത്. ഇന്ന് ലോകത്തെ 4ാമത്തെ സൈനിക ശക്തി, സാമ്പത്തിക ശക്തി, ടെക്നോളജിയിലൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. ഈ രാജ്യവുമായിട്ട് കരാറിൽ ഏർപ്പെടാൻ യൂറോപ്പിൽ നിന്ന് കൂടുതൽ രാജ്യങ്ങൾ എത്തുന്നു. ജർമ്മനിയിൽ നിന്ന് പ്രതിനിധി സംഘം എത്തുന്നു, ഫ്രാൻസിൽ നിന്ന് എത്തുന്നു, ഇറ്റലിയിൽ നിന്ന് എത്തുന്നു. എന്തിന്? ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ വ്യാപാര പ്രതിരോധം അല്ലെങ്കിൽ വ്യാപാര താരിഫ് യുദ്ധമൊക്കെ പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മൾ അവരുമായിട്ട് നേരിട്ട് തർക്കത്തിന് പോകാതെ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളുമായിട്ട് വ്യാപാര കരാറിൽ ഏർപ്പെട്ടു. അങ്ങനെയുള്ള ബന്ധവും നമ്മൾ ചെയ്യുന്നു.
അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് നമുക്ക് നല്ല ബന്ധമാണുള്ളത്. ഗ്രീക്കിൽ നിന്ന് പണ്ട് അംബാസഡറൊക്കെ ഇങ്ങോട്ടേക്ക് അയച്ചിരുന്നു എന്നുള്ള പാരമ്പര്യമൊക്കെ ഓർമ്മിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗ്രീസിൽ നിന്നെത്തിയ ഔദ്യോഗിക സംഘം നമ്മളുമായിട്ട് പ്രതിരോധ കരാറിൽ ഏർപ്പെട്ടത്. അങ്ങനെ ഗ്രീസിന് അതുപോലെ തന്നെ ഈ അർമേനിയയ്ക്ക് സൈപ്രസിന് ഒക്കെ തന്നെ ആയുധങ്ങൾ നൽകിക്കൊണ്ട് വ്യോമ പ്രതിരോധ സംവിധാനം നൽകിക്കൊണ്ട് നമ്മൾ തുർക്കിയെ വരിഞ്ഞു മുറുക്കുകയാണ്. മാത്രമല്ല ഈ യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്വാഭാവികമായ പാലമായതുകൊണ്ട് തുർക്കിയെ എല്ലാ രാജ്യങ്ങളും ഭയപ്പെടുമെന്നൊക്കെ കരുതി. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. തുർക്കിയെ നമ്മൾ ഏതാണ്ട് ഒഴിവാക്കുന്നത്. കാരണം ഇന്ത്യയുടെ പരമ്പരാഗത ശത്രുവാണ് പാകിസ്ഥാൻ. അപ്പോൾ തുർക്കി ശക്തി പ്രാപിച്ചാൽ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനും ശക്തി പ്രാപിക്കും. അങ്ങനെ തുർക്കിയും പാകിസ്ഥാനും കൂടെ ഒന്നിച്ച് നിന്നാൽ ഒപ്പം അസർബൈജാനെ കൂട്ടിയാൽ ലോകത്തെ അടക്കി ഭരിക്കാമെന്നൊക്കെ ഇവർ കരുതി. കാരണം നാറ്റോയിൽ അമേരിക്ക കഴിഞ്ഞാൽ വലിയ സൈനിക ശക്തി ഈ തുർക്കിയാണ്. തുർക്കിയുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് അവർ ഡ്രോണുകൾ ധാരാളമായി നിർമ്മിക്കുന്നു. അതുപയോഗിച്ച് മറ്റ് രാജ്യങ്ങളെയൊക്കെ തകർക്കാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ പിനാക്കെ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം, ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനമൊക്കെ തന്നെ തുർക്കിയുടെ അയൽ രാജ്യങ്ങളിൽ വിന്യസിച്ചതോടെ അവരുടെ ഡ്രോണുകളുടെ എല്ലാം തന്നെ പത്തിക്കടിക്കാനായിട്ട് സാധിച്ചു. എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആധിപത്യം തുർക്കിക്ക് നിലനിർത്താനായിട്ട് സാധിക്കുന്നില്ല. ഒരു യൂറേഷ്യൻ രാജ്യമായതുകൊണ്ട് അതിൻ്റെ ഒരു പരിഗണന അല്ലെങ്കിൽ അതിൻ്റെ ഒരു മേധാവിത്വം കിട്ടുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് നടത്തുന്ന നയതന്ത്ര ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതോടുകൂടി പല രാജ്യങ്ങളും ഇന്ത്യയുമായിട്ട് സൈനിക കരാറിൽ പ്രതിരോധ കരാറിൽ ഏർപ്പെട്ടു. എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൈനിക സഹായവും സാമ്പത്തിക സഹായവും നൽകും. മാത്രമല്ല ഇപ്പോൾ ഫ്രാൻസിൽ നിർമ്മിക്കുന്ന വിമാനം ഇന്ത്യയിൽ നിർമ്മിക്കാനായിട്ട് ടെക്നോളജി പോലും കൈമാറുകയാണ്. അമേരിക്ക ഇന്ത്യക്ക് യുദ്ധവിമാനത്തിൻ്റെ എഞ്ചിൻ വളരെ പെട്ടെന്ന് നിർമ്മിച്ച് നൽകുന്നു. അങ്ങനെ എല്ലാ മേഖലയിലും ലോകത്തെ ഏറ്റവും മികച്ച 4 ശക്തികളിലൊന്നായിട്ട് ഇന്ത്യ മാറി. ചൈന പോലും ഇന്ത്യയുടെ അടുത്ത് പ്രത്യക്ഷത്തിൽ പ്രശ്നത്തിനൊന്നും വരാത്തത് എന്താ? ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ലോകത്തെ ഒരു വമ്പൻ ശക്തിയായിട്ട് ചൈനയ്ക്ക് വെല്ലുവിളി ആകാൻ പോകുന്ന ഇന്ത്യയാണ്. അതുകൊണ്ടൊരു യുദ്ധത്തിലേക്ക് കടന്നു ചെല്ലുന്നത് അവർക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കും. അപ്പോൾ സൈപ്രസ് വിസിറ്റ് ചെയ്ത സമയത്ത് അവിടുത്തെ വിമത പോരാളികൾക്ക് തുർക്കിയാണ് സഹായം നൽകുന്നതെന്ന് മനസ്സിലാക്കിയ ഇന്ത്യ ആ സൈപ്രസിന് വാഗ്ദാനം ചെയ്തത് നമ്മുടെ സാമ്പത്തിക സൈനിക സഹായങ്ങളാണ്. അന്നേ ഇവർ ഭയപ്പെട്ടിരുന്നു. കാരണം ഈ തുർക്കിക്കുള്ള പണിയാണെന്ന്. അങ്ങനെ തൊയ്ബ് എർദോഗൻ ഈ പറയുന്ന പഴയ ഓട്ടോമൻ സാമ്രാജ്യം തിരിച്ചു പിടിക്കണം, ആ സാമ്രാജ്യത്തിൻ്റെ ഖലീഫയാകണമെന്നൊക്കെ കരുതി കരുക്കൾ നീക്കുമ്പോൾ ആ കരുക്കളെല്ലാം തന്നെ തട്ടിത്തെറിപ്പിക്കുകയാണ് ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം അയൽ രാജ്യങ്ങൾ. അതായത് തുർക്കിയുടെ അയൽ രാജ്യങ്ങൾ. തുർക്കിയുടെ അയൽ രാജ്യങ്ങൾ ഇങ്ങനെ വ്യോമ പ്രതിരോധ സംവിധാനമൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ആ തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിന് വലിയ ഭീഷണി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ച് പോയപ്പോൾ ഒരു മൂന്നാംകിട രാജ്യമായിരുന്നു ആഫ്രിക്കയെ പോലെ ഇന്ത്യയെങ്കിൽ ഇന്ന് ലോകത്തെ 4ാമത്തെ സൈനിക ശക്തിയും സാമ്പത്തിക ശക്തിയുമായിട്ട് ഇന്ത്യ മാറി. മാത്രമല്ല പാകിസ്ഥാന് സഹായം ചെയ്യുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തുർക്കിയെ 4 വശത്ത് നിന്നും ഞെരിച്ചമർത്താനായിട്ട് ഇന്ത്യ എല്ലാ സമ്മർദ്ദങ്ങളും പ്രയോഗിക്കും. അതിൻ്റെ ഭാഗമായാണ് തുർക്കിയുടെ അയൽ രാജ്യങ്ങളായ അർമേനിയയ്ക്കും ഇപ്പം ഗ്രീസിനുമൊക്കെ തന്നെ നമ്മൾ കൂടുതൽ സാമ്പത്തിക സൈനിക പ്രതിരോധ സഹായങ്ങൾ നൽകുന്നത്. കൂടാതെ ചില അപ്രതീക്ഷിതമായ പ്രതിരോധ കരാറുകളിലും നമ്മൾ ഒപ്പുവെക്കുന്നുണ്ട്. അങ്ങനെ തൊയ്ബ് എർദോഗൻ്റെ തുർക്കിക്ക് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് തുടർച്ചയായ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടുവരുന്നു. ഇനി ഒരിക്കലും ഈ തുർക്കിക്ക് പഴയ മേധാവിത്വം ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ കഴിയില്ല. മാത്രമല്ല നാറ്റോയിൽ നിന്നുകൂടി ഇവർ പുറത്തു പോയാൽ പിന്നെ തുർക്കിക്ക് നിലനിൽപ്പില്ലാത്ത ഒരു കാലഘട്ടമുണ്ടാകും. അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാനായിട്ട് ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും ബ്രിട്ടനുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും ഗ്രീസിൽ നിന്നുള്ള പ്രതിരോധ മന്ത്രി അടക്കം ഇന്ത്യയിലേക്ക് എത്തുകയും ഇന്ത്യയുമായി പുതിയ കരാറിൽ ഏർപ്പെടുകയും ചെയ്യുന്നു എന്നതിൻ്റെ അർത്ഥം തുർക്കിക്ക് പിന്നിലൂടെ ഒരു അടി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ അടിയിൽ നിന്ന് എങ്ങനെ മോചിതരാകാൻ പറ്റും, എങ്ങനെ അതിനെ അതിജീവിക്കാൻ കഴിയുമെന്നൊക്കെ ഉള്ളത് കാലം തുർക്കിക്ക് കാണിച്ചു കൊടുക്കേണ്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.